കേരളത്തിലെ പരമ്പരാഗത വ്യവസായ മൺപാത്ര നിർമ്മാണ മേഖലയെ കൈപിടിച്ചുയർത്തുകയാണ് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേള. വരുമാനം ഗണ്യമായി കുറഞ്ഞതോടെ പരമ്പരാഗത തൊഴിൽ ഉപേക്ഷിക്കുന്ന യുവതലമുറയ്ക്ക് പ്രചോദനമാവുകയാണ് സർക്കാരിന്റെ ഈ മേഖലയിലെ കൈത്താങ്. മലയാളിയുടെ അടുക്കളയിൽ നിന്ന് മൺചട്ടികളും മൺപാത്രങ്ങളും അകന്നു തുടങ്ങിയെങ്കിലും ഇന്നും മൺപാത്രങ്ങളിലെ രുചി ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ മലയാളികൾ. മൺപാത്രം നിർമ്മിക്കുന്നതിനുള്ള കളിമണ്ണിന്റെ ദൗർബല്യവും മൺപാത്രങ്ങൾക്ക് ആവശ്യക്കാർ കുറഞ്ഞതുമാണ് ഇന്ന് ഈ മേഖല അനുഭവിക്കുന്ന പ്രധാന പ്രതിസന്ധി. ആ പ്രതിസന്ധി മറികടക്കാൻ തൊഴിലാളികൾക്ക് ഒരു വേദി ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ. കോഴിക്കോട് നടന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ടൂറിസം വകുപ്പിന് കീഴിലാണ് മൺപാത്ര നിർമ്മാണ യൂണിറ്റ് ഒരുക്കിയിരുന്നത്. ഞാൻ ഈ തുടങ്ങിയിട്ട് 20 വർഷമായി. അതിപ്പോൾ അന്യം നിന്ന് പോകുന്നുണ്ട്. ഇപ്പോഴത്തെ മക്കളൊന്നും ഇതിൽ നിന്ന് വരുന്നില്ല. ഇതൊക്കെ നമുക്കൊരു പ്രോത്സാഹനമാണ്. എന്തെങ്കിലും സൈപ്പിന് കിട്ടിയാൽ നമുക്കൊരു ലാഭമാണ്. ഇപ്പോൾ പണ്ട് മറ്റേ വീലതിന് പറയാൻ കളവണ്ടിൻ്റെ തക്കത്തെ മാതിരി ഇപ്പോൾ അതിൻ്റെ വടിയുണ്ട് തീർക്കണം. തിരിച്ച് അതിപ്പോൾ മാറി ഇപ്പോൾ ഇലക്ട്രിക് വീലാണ്. 2 ദിവസത്തോളം നീണ്ട ശ്രമകരമായ ജോലിക്കൊടുവിലാണ് മൺപാത്ര നിർമ്മാണം പൂർത്തിയാകുന്നത്. കളിമണ്ണ് നല്ലവണ്ണം ചവിട്ടി പദം വരുത്തിയ ശേഷം പൂഴിമണ്ണുമായി യോജിപ്പിച്ച് ചക്രത്തിൽ പിടിപ്പിക്കുകയാണ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം. കാലം മാറിയതോടെ ചക്രത്തിന് പകരം ഇലക്ട്രിക് വീൽ കറക്കി കൈകൊണ്ട് പാത്രങ്ങൾ മെനഞ്ഞെടുക്കും. ഇവ വെയിലത്തുണക്കി അടിച്ചുറപ്പിച്ച് മിനുസപ്പെടുത്തിയ ശേഷം ചൂളയിൽ ചുട്ടെടുക്കും. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്.